നിങ്ങൾ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സാമ്പിൾ പ്രോബ്ലം പെർസെപ്ട്രോൺ ലേണിംഗ് അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്താണ്? ഓൾറെഡി ഉള്ള വെയിറ്റ് പ്ലസ് ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലേണിംഗ് റേറ്റ്. ഓക്കെ, ലേണിംഗ് റേറ്റ്. ദെൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറർ. എറർ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുക വൈ മൈനസ് വൈ ക്യാപ്പ് എന്നായിരിക്കും. അത് മാറ്റിയിട്ട് ടാർഗറ്റ് മൈനസ് നമ്മുടെ വൈ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻറ്റു അതിന്റെ എക്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ബയസ്. ബയസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇക്വേഷൻ എന്ന് പറയുന്നത് ബയസ് പ്ലസ് ഈറ്റ ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എറർ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അതില് നമുക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് ആൽഗോരിതം റൂൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നമുക്ക്, അല്ലെ? നമ്മുടെ അൽഗോരിതം റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റും അതുപോലെ തന്നെ ബയസും അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കൊന്നുമില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ടാണ്, നമുക്ക് എറർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ, എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്തു എന്നാണ്. അപ്പൊ നമ്മുടെ എത്രയാണോ വെയിറ്റും ബയസും അത് അതുപോലെ തന്നെ നിർത്താം. അതിന് അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് നമ്മൾ അതങ്ങനെ നമ്മൾ നിർത്താം. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റോപ്പ് കണ്ടീഷൻ എവിടെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് എപ്പോക്സ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എറർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു എറർ ഒന്നും ഇല്ലെങ്കിൽ, അതായത് എറർ 0 ആയിട്ടാണ് കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് എപ്പോക്സ് റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്ര നമ്പർ ഓഫ് എപ്പോക്സിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 എപ്പോക്സിൽ ചെയ്യണം എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് രണ്ട്. അപ്പൊ ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ട് റൂൾസ് ആണ്. ഒന്ന് അപ്ഡേറ്റ് ഓൺ എറർ, ഒന്ന് സ്റ്റോപ്പ് ഓൺ കൺവെർജൻസ്. ഇത് നമ്മൾ ആലോചിച്ച് വെക്കാം. നമുക്കത് വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണ്, ഒരു പ്രോബ്ലം ചെയ്യാൻ പോകും. ഇപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലുസ്ട്രേറ്റ് ദ പെർസെപ്ട്രോൺ ലേണിംഗ് അൽഗോരിതം ടു സോൾവ് എ ഇൻപുട്ട് ടു ഇൻപുട്ട്. അപ്പൊ അതിന്റെ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്താണ് ടു ഇൻപുട്ട്. ഓക്കെ, ടു ഇൻപുട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടു ഇൻപുട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? ടു ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. നമ്മള് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ് ടു ഇൻപുട്ട്, അല്ലെ? ടു ഇൻപുട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്. ഓക്കെ, ആൻഡ് ഗേറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പിന്നെ പറഞ്ഞിട്ടുണ്ട് ദ ബൈനറി ഇൻപുട്സ്. ഓക്കെ, പിന്നെ ടാർഗറ്റ്സ്, ബൈനറി ഇൻപുട്സും ടാർഗറ്റ്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കുകയാണ്. ഇതിലിനി ഇത് വെച്ചിട്ട്, അതായത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും, ഇത്രേ തരുന്നുണ്ടാവുള്ളൂ. എന്തൊക്കെ തരും? ഇൻപുട്ട് എത്രയാണെന്ന് തരും, അല്ലെ? ടു ഇൻപുട്ട് എന്ന് തന്നു, പിന്നെ ആൻഡ് ഗേറ്റ് എന്ന് തന്നു. ദെൻ ബൈനറി ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടു ഇൻപുട്ട്, അല്ലെ? ബൈനറി ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻപുട്ട്. പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റ്സ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൻഡ് ഗേറ്റിന്റെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ഇൻപുട്ടാണ്, അല്ലെ? ഇപ്പൊ രണ്ട് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ സീറോയും വണ്ണും മാത്രമേ. അപ്പൊ ഈ സീറോയും വണ്ണിന്റെ എല്ലാ കോമ്പിനേഷനും നമ്മൾ എഴുതണം രണ്ട് ഇൻപുട്ടിൽ. അപ്പൊ ആ രണ്ട് ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? X1 X2. പിന്നെ നമുക്ക് ഔട്ട്പുട്ടിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യണേ? ടാർഗറ്റ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ X1 കൊടുത്തു,
നമ്മൾ എല്ലാ കണ്ടീഷനും ഇപ്പൊ 2 ഇൻപുട്ട് അല്ലേ, അപ്പൊ നമുക്ക് മൊത്തം 4 എക്സാമ്പിൾ വരും. ഇങ്ങനെ നോക്കുക, 2 ഇൻപുട്ട് ആണെങ്കിൽ 2 സ്ക്വയർ. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 0യും 1 ആണ്. ഇപ്പൊ 2 സ്ക്വയർ 2 ഇൻപുട്ട് ആണെങ്കിൽ. ഓക്കെ, ബൈനറി ഇൻപുട്ട് ആണ്, അതുകൊണ്ടാണ് 2 ഇൻപുട്ട് ബൈനറി ഇൻപുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 0യും 1 ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ 0 1 എന്നുള്ളതാണ് ഈ 2വിനെ ചെയ്യുന്നത്. പിന്നെ 2ന്റെ കോമ്പിനേഷൻ, അതായത് 2 ഇൻപുട്ട് എന്ന് പറയുന്ന കോമ്പിനേഷൻ, അതുകൊണ്ടാണ് ഇവിടെ. ഇനിയിപ്പോ ഇവിടെ 3 ഇൻപുട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 3 ഇൻപുട്ട് എന്നാണ് ഇവിടെ പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷനുള്ള 2 ഇൻപുട്ട് എന്ന് പറയുന്നത് 0യും 1 ആണ്. അതിൽ തന്നെ 3 ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ x1 x2 x3 വരും. അപ്പൊ നമ്മുടെ ഈ 2 എന്നുള്ളത് എന്താവും, 2⁻3 ആവും. അപ്പൊ മൊത്തം 8 ഇൻപുട്ട് എക്സാമ്പിൾസ് വരും. അപ്പൊ ഇവിടെ 1 2 3 4 എന്നുള്ളത് എത്ര വരും, 8 വരും. ഇപ്പൊ നമുക്ക് 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് അത് നോക്കണ്ട, നമുക്ക് എന്തുള്ളൂ, 2 മാത്രമേ ഉള്ളൂ അല്ലെ. സോ 4 എക്സാമ്പിൾസ് ആണ് വന്നിരിക്കുന്നത്. 4 എക്സാമ്പിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് കൊടുത്തു, 0 0. അപ്പൊ ടാർഗറ്റ് എന്താ, 0. ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഔട്ട്പുട്ട് 1 വരുള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പൊ 0 0 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്താ വരണേ, 0 0 1 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്താ വരണേ, 0 1 0 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്താ വരണേ, 0. ഓക്കെ, ഇനി 1 1 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്താ വരണേ, 1. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി എന്ന് പറയുന്നത്, ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി എന്ന് പറയുമ്പോൾ അത് കിട്ടി. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ട്രോണിനെ ഇനീഷ്യലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പെർസെപ്ട്രോണിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, പെർസെപ്ട്രോൺ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈറ്റ, നമ്മുടെ ലേണിംഗ് റേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് എന്തായിട്ട് കൊടുത്തു, 1 ആക്കി കൊടുത്തു. ഇനി W1, അതായത് നമുക്ക് 2 ഇൻപുട്ട് ആണ് x1ഉം x2. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 വെയിറ്റ് ആണ്. W1 ഏതിനുള്ള വെയിറ്റ് ആണ്, x1നുള്ള വെയിറ്റ്. W2 0. ഇനീഷ്യലി നമ്മൾ 0 ആയിട്ടാണ് വെക്കണത്. W2 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, x2 എന്ന് പറയുന്ന ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി ബയസ് 0 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ഈറ്റ എന്താണ്, 1, W1 0, W2 എന്ന് പറയുന്നത് 0, ബയസ് എന്ന് പറയുന്നത് 0. ഇനി നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ബൈനറി സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ബൈനറി സ്റ്റെപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റെപ്പ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. Z ലെസ് ദാൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കണ്ടുപിടിക്കുന്ന നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, സിഗ്മ WI XI പ്ലസ് B ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ഇൻപുട്ട് ഞങ്ങൾ മാറ്റി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ x1 എന്തായിട്ട് 0 ആയിട്ട് എടുത്തു, x2 0 ആയിട്ട് എടുത്തു. അതിന്റെ ടാർഗറ്റ് എന്താണ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന 0 0 ഇൻപുട്ട് 0 0 നമ്മുടെ ടാർഗറ്റ്, ഇൻപുട്ട് 0 0 നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു, 0 ആയിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസ് മാത്രമേ നോക്കണുള്ളൂ കേട്ടോ, x1 0 x2 0 ടാർഗറ്റ് 0. അപ്പൊ കറണ്ട് വെയിറ്റും നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, 0, എല്ലാം 0 ആയിരുന്നു. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, W1 x1 പ്ലസ് W2 x2 ആണ് നമ്മുടെ ഇത്, പ്ലസ് എന്ത് വരും, B വരും. അപ്പൊ W1 x1 എന്ന് പറയുന്നത് എല്ലാം 0 പ്ലസ് 0 പ്ലസ് 0
ബയസ് എന്ന് പറയുന്നത് 0. എന്ത് വരും? ആൻസർ ഇവിടെ നമുക്ക് 0 വന്നു. ഇനി നമ്മൾ പറഞ്ഞു സെഡ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ക്യാപ്പ് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. വൈ ക്യാപ്പ് എന്ന് പറയുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ ക്യാപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. സെഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിക്കുന്ന സെഡ് എന്ന് പറയുന്നത് എന്താ? 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് സെഡിന്റെ വാല്യൂ. സോ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എറർ കണ്ടുപിടിക്കണം. അപ്പൊ എറർ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താ? 0 ആണ്. നമ്മുടെ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ എറർ എന്ന് പറയുന്നത് എന്താ? -1. -1 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ വെയിറ്റും ബയസും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? അപ്പ് ചെയ്യണം, അതായത് കൂട്ടണം അല്ലെ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. സോ എറർ നോട്ട് ഈക്വൽ ടു 0 വന്നിട്ടില്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രീവിയസ് വെയിറ്റ് അല്ലെ, W1 അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, പ്രീവിയസ് വെയിറ്റ് പ്ലസ് അല്ലെ, പ്രീവിയസ് വെയിറ്റ് പ്ലസ് ഈറ്റ ഇൻറ്റു നമ്മുടെ എറർ ഇൻറ്റു x1 അല്ലെ. അപ്പൊ W1 ആണെങ്കിൽ W1 പ്ലസ് ഈറ്റ ഇൻറ്റു എറർ x1. ഇപ്പൊ W1 എന്തായിരുന്നു? നമ്മുടെ 0 പ്ലസ് ലേണിംഗ് റേറ്റ് എന്താ? 1. നമുക്ക് കിട്ടിയ എറർ എന്താ? -1 ഇൻറ്റു നമ്മുടെ മുന്നത്തെ വെയിറ്റ് ഇൻപുട്ട് എത്രയാ? 0. സോ 0 കൊടുത്തു. അപ്പൊ ഇനി W1 അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്തായിട്ടാണ്? 0 ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി W2 ഇതുപോലെ തന്നെ. അപ്പൊ ഇവിടെ എന്ത് വരും? W2 അപ്ഡേറ്റ് ചെയ്യാനായിട്ട് W2 ഈസ് ഈക്വൽ ടു W2 പ്ലസ് ഈറ്റ ഇൻറ്റു എറർ ഇൻറ്റു x2. അപ്പോ W2 എന്താ? 0 പ്ലസ് നമ്മുടെ ഈറ്റ എന്ന് പറയുന്നത് 1 ഇൻറ്റു എറർ എന്ന് പറയുന്നത് -1 ഇൻറ്റു x2 0. അപ്പോ W1ഉം 0, W2ഉം 0. ഇനി അടുത്തത് എന്താ? ബയസ്. ബയസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ബയസ് പ്ലസ് അല്ലെ ഈറ്റ ഇൻറ്റു എറർ, ഈറ്റ ഇൻറ്റു എറർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? 0 പ്ലസ് -1. അപ്പൊ ബി എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു? 0 ആയിരുന്നു. ഇപ്പൊ ബയസ് എന്തായി? ബി എന്തായിട്ട് മാറി? -1. അപ്പൊ നമുക്ക് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? -1 ആയിട്ടാണ് ബയസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് കിട്ടി. ഓക്കെ. അത് കിട്ടിയെന്ന് വിചാരിക്കും. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കേസിലും നമുക്ക് നോക്കണം അല്ലെ. എപ്പോക്ക് 1 ഓരോ എക്സാമ്പിളും. ഇപ്പൊ x1 രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്തു. രണ്ടാമത്തെ എക്സാമ്പിളില് നമുക്ക് x1 x2 എന്താ? 0യും 1 ആണ്. ടി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിക്കണേ? നമ്മൾ ടേബിൾ വരച്ച് വെച്ചിട്ടുണ്ട് 0. അതിന്റെ നെറ്റ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? 0 ഇൻറ്റു 0 പ്ലസ് നേരത്തെ വെയിറ്റ് എത്രയാ? വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുത്തിരിക്കണേ? 0യും 1 അല്ലെ. 0 W, അതായത് 0 x1 ഇൻറ്റു W1 പ്ലസ് x2 ഇൻറ്റു W2 പ്ലസ് ബി ആണ്. അപ്പൊ x1 W1 x2 W2 ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നേരത്തെ 0യും 1 ആണ് അല്ലെ. വെയിറ്റ് രണ്ടും 0 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ x1ഉം x2 ആണ് നമ്മൾ മാറിയേക്കുന്നത്. എന്താ? 0യും 1ഉം ഇവിടെ കൊടുത്തു. മൈനസ് പ്ലസ് ബി ആണ്. പ്ലസ് ബി. ബി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? -1 ആയിട്ട്. പിന്നെ നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്യണം. ഒന്നുകൂടെ പറയാണ്.
x1 എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ എന്താ കിട്ടിക്കണേ, W1 0 തന്നെ, W2 0 തന്നെ, ബയസ് എന്ന് പറയുന്നത് -1 ആണ്. അത് നമ്മൾ അടുത്ത എപ്പോക്കിലേക്ക് പോകുമ്പോൾ എഴുതി വെക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ, x1 0യും x2 1 ആണ്. ടാർഗറ്റ് എന്താ, 0. നമ്മൾ ഇനി അപ്ലൈ ചെയ്യാണ്. W1 0 തന്നെ, W2 0 തന്നെ. x1 എന്ന് പറയുന്നത് എന്താ, 0, അത് E0. x2 എന്ന് പറയുന്നത് എന്താ, 1, E1. ഇനി ബയസ് എന്ന് പറയുന്നത് എന്താ, -1 ആണ്. അപ്പോ -1 കിട്ടി. ഇത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സെഡ് -1. അപ്പൊ നമ്മുടെ y ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആണെങ്കിൽ ആൻസർ 1ഉം സെഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ 0 ആണ്. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ കിട്ടിക്കണേ നമുക്ക്, -1 ആണ്. സോ നമ്മുടെ y ക്യാപ്പ് എന്താവും, y ക്യാപ്പ് എന്താണ്, 0 അല്ലെ. അപ്പൊ ഇനി ടിയും ടി ഇസ് ഈക്വൽ ടു നമ്മുടെ 0 ആയിരുന്നു അല്ലെ. ടി എന്ന് പറയുന്നത് എന്താ, 0 ആയിരുന്നു. ഇപ്പൊ കിട്ടിയേക്കണ y ക്യാപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, y ക്യാപ്പ് എന്ന് പറയുന്നതും 0 ആണ്. സോ എറർ എന്ന് പറയുന്നത് എന്താ, 0 - 0 0. അപ്പൊ സോ നോ ചേഞ്ച്, നമുക്ക് ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കേസ് എടുത്തു 1ഉം 0യും. അപ്പൊ 1ഉം 0യും, അപ്പൊ W1 0 തന്നെ, W2 0 തന്നെ, ഇൻപുട്ട് എന്ന് പറയുന്നത് 1ഉം 0യും 1ഉം 0യും. അപ്പൊ എന്ത് കൊടുത്തു, -1 കൊടുത്തു. അപ്പൊ -1 കൊടുക്കുമ്പോ എന്താ, ഇത് നേരത്തെ പോലെ തന്നെ, ഇതും നോ ചേഞ്ച്. ഇനി 1 1 കൊടുത്തു. 1 1 കൊടുക്കുമ്പോ W1 0, W2 0, x1 1, x2 1, ബയസ് -1 തന്നെ കൊടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടി, -1 കിട്ടി അല്ലെ. അപ്പൊ y ക്യാപ്പ് എന്താണ്, 0. y ക്യാപ്പ് -1 വരുമ്പോ 0. അപ്പൊ ടാർഗറ്റ് എന്ന് പറയുന്ന എറർ എന്തായി, 1 മൈനസ് അല്ലെ, 1 മൈനസ് -1 എന്ന് പറയും, 1 - 1 എന്ന് പറയുമ്പോ എന്ത് വരും, 0. അപ്പൊ y ക്യാപ്പ് 0 ആണെങ്കിൽ എറർ എന്താ വരണേ, ഇത് y ക്യാപ്പ് 0. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1ഉം y ക്യാപ്പ് എന്ന് പറയുന്നത് 0 ആണ്. സോ എറർ എന്ത് വരും, 1 വരും. അപ്പൊ 1 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. W1 is equal to എന്ത് വരും, W1 plus eta into error into x1. ഓക്കെ, അപ്പൊ എന്ത് വരും, വാല്യൂ എന്ത് വരും, W1 is equal to ഇപ്പൊ നിലവിലുള്ള W1 0 + 1 into എറർ എന്ന് പറയുന്നത് 1. സോ ഇൻറ്റു x1 എന്ന് പറയുന്നത് എത്രയാ, x1 1. സോ എന്ത് വരും, 1 വരും. അപ്പൊ W1 1. ഇനി W2 എന്ന് പറയുന്നത് എന്താ, 0 പ്ലസ് ഇതുപോലെ തന്നെ 1 into എറർ 1 അല്ലെ, into 1 equal to 1. ഇനി ബയസ് എന്ന് പറയുന്നത് എന്താ വരണേ, B plus eta into എന്ത് വരും, എറർ. ഓക്കെ, എറർ. അപ്പൊ ബയസ് എന്ന് പറയുന്നത് നേരത്തെ എത്രയായിരുന്നു, -1 പ്ലസ് 1 into എറർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയേ, 1 അല്ലെ. സോ -1 പ്ലസ് 1 into 1 1 is equal to 0. ആ 0 ആണ് ഇവൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കേസിലും എന്താണ്, അത് മെയിൻ ടേബിൾ ആയിട്ട് എഴുതിയേക്കാണ്, നമുക്ക് അത്രയും ചെയ്യാനില്ല. നമ്മള് എന്ത് ചെയ്യാ, ഈ വെയിറ്റ് മാറുണ്ടോ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നോക്കിയേ, എപ്പോക്ക് 1ല് 1ഉം 0യും, വെയിറ്റ് 1ഉം 1ഉം കൊടുത്തപ്പോ എന്തായി, 0 ആയി. ഏതിൽ വെച്ചിട്ടാ, നമ്മൾ 4ൽ വെച്ചിട്ട്. ഇനി രണ്ടാമത്തെ എപ്പോക്ക് എടുക്കുക, രണ്ടാമത്തെ എപ്പോക്കില് വെയിറ്റ് 2ഉം 1ഉം കൊടുത്ത് നോക്കുക. അങ്ങനെ എപ്പോക്സ് ഒന്ന് മാറ്റി നോക്കുക, അവര് വെയിറ്റ് 2 1ഉം 2ഉം 3ഉം ഒക്കെ ആക്കാനായിട്ട് നോക്കും. അങ്ങനെ നോക്കിയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇപ്പൊ ചിലപ്പോ 4 എപ്പോക്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ 4 എക്സാമ്പിൾസ് എടുക്കാം. നിങ്ങൾക്ക് മാക്സിമം 2 എപ്പോക്സ് വരുന്നുള്ളൂ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കേട്ടില്ല, അവസാനം ഈ ടേബിൾ ഒന്ന് എഴുതി വെക്കുക. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരും കേട്ടോ. താങ്ക് യു.